Good morning. Okay. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. സാറ്റർഡേ, സൺഡേ, മൺഡേ 3 ദിവസമൊക്കെ ആയി. ഓക്കെ, കഴിഞ്ഞ ദിവസമൊക്കെ എടുക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എല്ലാ ദിവസവും എടുക്കുന്നത് അന്ന് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് കയറുമ്പോൾ നമ്മൾ മറ്റേതിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല, മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് അന്ന് തന്നെ വായിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞത്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് അല്ലെ. അതില് നമുക്ക് ഫസ്റ്റ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ. ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജസ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്. പിന്നെ അടുത്തത് നാലാമത്തെ ക്ലാരിഫൈങ് റോൾസ് അല്ലെ. ഇവിടെ വരെയാ നമ്മൾ പറഞ്ഞത്. അപ്പോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ്. ലാസ്റ്റ് നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ക്ലാരിഫൈങ് റോൾ ആണ് അല്ലെ. ഓരോരുത്തർക്കുടെ റോള് നമ്മൾ ക്ലാരിഫൈ ചെയ്യുക. ഇന്ന ജോലി ഇന്ന ആളുകൾക്ക് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താ മിസ്സാവാനോ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ഒരു ഡിലേ വരൂല അല്ലെ. അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് ചിലപ്പോ നമ്മുടെ ജോലികള് നമുക്ക് ജോബ് കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മിസ് ആയി പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഡിലേ വരാം. ചിലപ്പോൾ നമ്മൾ മറന്നു പോകാം. നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്തം നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ അത് ഓർത്ത് ചെയ്യും അല്ലെ. ഇപ്പൊ ആ ഒരു ജോലി ആർക്കിടെയാണെന്ന് ക്ലിയർ അല്ല, ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മിസ്സാവാം. അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഡിലേ ഒക്കെ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ റീസെറ്റ് എക്സ്പെക്ടേഷൻ, നമ്മളത് റീസെറ്റ് ചെയ്യുക, അപ്പൊ ഒന്ന് സജ്ജമാക്കുക. അപ്പൊ അങ്ങനെ ട്രബിൾ വരുന്ന ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക? ആ റോളുകള്, ഓരോരുത്തരുടെ റോളുകൾ ക്ലാരിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓപ്പറേഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻക്രീസ് ദ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും അല്ലെ. അവിടുത്തെ പ്രവർത്തനം നമുക്ക് ഓരോരുത്തരും കറക്റ്റ് ജോലി ക്ലിയർ ആക്കുക, ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ അവര് അത് കൃത്യമായിട്ട് അത് ചെയ്തുകൊള്ളും. അപ്പൊ അങ്ങനെ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങള്, ഹെൽത്ത് കെയറിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും പറ്റും. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു, ഐഡന്റിഫൈയിങ് പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. പേഷ്യന്റ് കെയർ ട്രെൻഡ്സ് ഓക്കെ. ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. രോഗി പരിചരണ പ്രവണതകള്, നമുക്ക് ട്രെൻഡ്സുകൾ തിരിച്ചറിയുക. എങ്ങനെയൊക്കെ നമ്മൾ കെയർ കൊടുക്കാം. അപ്പൊ പുതിയ ട്രെൻഡുകള് അതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുത്താലാണ് നമുക്കൊരു ഒരു പ്രവർത്തനം, ഹെൽത്ത് കെയർ ഓപ്പറേഷൻ അവിടുത്തെ പ്രവർത്തനങ്ങള് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്കത് ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കിയേ, ബൈ കളക്ടിങ് ആൻഡ് റിവ്യൂയിങ്. കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക അല്ലെ, കളക്ട് ചെയ്യുക. ആൻഡ് റിവ്യൂയിങ്, റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവലോകനം ചെയ്യുക. അതിന് റിവ്യൂ, അവലോകനം ചെയ്യുക. എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ബൈ കളക്ടിങ് ആൻഡ് റിവ്യൂയിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ. പേഷ്യന്റിന് സംതൃപ്തരാണോ, അവരുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ. പിന്നെ അതുപോലെ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ. എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ആ റിലേഷൻഷിപ്പ്, ഇപ്പൊ ആ ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതാണ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ എന്ന് പറയുന്നത്. മെഷറിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസും ആ ഒരു ഓർഗനൈസേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ എന്ന് പറയുന്നത്
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡാറ്റ അറിയാലോ, നമുക്ക് അതിനകത്ത് ഈ ഡാറ്റാസ് ഇങ്ങനെ കൊടുത്തിട്ട് ഓരോ ഇതിലും നമുക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണോ, ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളിലും അവർ സംതൃപ്തരാണോ, അപ്പൊ അത് ടിക്ക് വിട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്യുക, റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേക്കണേ, യു ക്യാൻ ടേക്ക് മീനിങ്ഫുൾ ആക്ഷൻ ഇൻ അണ്ടർ പെർഫോമിംഗ് ഏരിയ. അണ്ടർ പെർഫോമിംഗ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? അണ്ടർ പെർഫോമിംഗ് നമ്മളിങ്ങനെ താഴെ മോശം രീതി ലോ ആയിട്ട് കിടക്കുന്ന മോശം ഇതിലേക്ക് വന്നിട്ടുള്ള മേഖലകള്, മോശം പ്രകടന മേഖല അപ്പൊ എവിടെയാണ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് അല്ലെ, മോശം പെർഫോമൻസ് എവിടെയാണ് എന്നുള്ള ഈ ഏരിയ നമുക്ക് മനസ്സിലാക്കാനും അതിന് നമുക്ക് അർത്ഥവത്തായ നടപടി എടുക്കാനും പറ്റും അല്ലെ. അപ്പൊ എവിടെയാണ് അത് നമ്മള് ലോ ആയി കിടക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബൈ കളക്ടിങ് ആൻഡ് റിവ്യൂയിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ. അത് നമ്മൾ കളക്ട് ചെയ്യുക, റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ടേക്ക് മീനിങ്ഫുൾ ആക്ഷൻ ഇൻ അണ്ടർ പെർഫോമിംഗ് ഏരിയ. ഒരു താഴെ മോശം പ്രകടന മേഖലകള് കാഴ്ചവെക്കുന്ന ഏരിയ, അവിടെ നമുക്ക് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ സെന്റൻസ്? ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ, മനസ്സിൽ എല്ലാവർക്കും വേണം. ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് വെക്കല് നടക്കൂല. അതെന്താണ് അതിനകത്ത് പറഞ്ഞിട്ട് ആ സെന്റൻസിൽ എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ഉള്ളത് അണ്ടർലൈൻ ചെയ്തിടും. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റൈലും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒന്ന് പഠിച്ചു പോകാം. അപ്പൊ അവിടെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. നമ്മള് ഡേറ്റ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയും കളക്ട് ചെയ്യുകയും റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് മോശം പ്രകടനങ്ങൾ ഉള്ള ഏരിയയിൽ നമുക്കൊരു നല്ല എന്താ പറയാ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ പറ്റും. മോശ പ്രകടന മേഖല എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് മോശം പ്രകടന മേഖലകൾ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയും കളക്ട് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇഫ് ദ പേഷ്യൻസ് ആർ വെയിറ്റിംഗ് ടു ലോങ് ഫോർ അപ്പോയിന്റ്മെന്റ്സ്. ഇനി നോക്കിയേ, പേഷ്യൻസ് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് കുറെ സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഫൈൻഡ് വേ ടു ഒപ്റ്റിമൈസ് ദ ഷെഡ്യൂളിംഗ് ആൻഡ് ബുക്കിംഗ് പ്രോസസ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ഒരു ബാക്കിൽ നിൽക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ അത്. കുറെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കുറെ നേരം പേഷ്യൻസ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ആ ഷെഡ്യൂളിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്യുക, അത് ക്രമീകരിക്കുക. എന്താണ്? ഫൈൻഡ് വേ ടു ഒപ്റ്റിമൈസ് ദ ഷെഡ്യൂളിംഗ് ആൻഡ് ബുക്കിംഗ് പ്രോസസ്. ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ബുക്കിംഗ് പ്രോസസ് എന്ത് ചെയ്യുക? അത് ക്രമീകരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ അവിടെ കണ്ടെത്തണം അല്ലെ. ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കണം. അപ്പൊ പേഷ്യന്റ് കെയർ കൊടുക്കുന്ന ഏരിയകൾ, ബാക്കിൽ നിൽക്കുന്ന ഏരിയകൾ നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. ഇവിടെ അതിനൊരു എക്സാമ്പിൾ പോലെ തന്നേക്കാണ്. ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റിനായിട്ട് പേഷ്യൻസ് കുറെ സമയം അവര് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഷെഡ്യൂളിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ബുക്കിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഷെഡ്യൂളിങ്ങും ബുക്കിംഗ് പ്രോസസ്സും ഒപ്റ്റിമൈസ് ചെയ്യുക. ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള മാർഗം, ഫൈൻഡ് വേ, അത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. ഓക്കെ, find a way to optimize the scheduling and booking process. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് optimize the scheduling and booking process. Okay, ഇനി if the employees are frustrated എന്ന് വെച്ചാൽ നിരാശനാകുക. അറിയില്ലാത്തതുണ്ടെങ്കിൽ മീനിങ് ഒന്ന് എഴുതി വെച്ചത് കേട്ടോ, മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കുക അവിടെ. If the employees are frustrated, employees അവിടെ നിരാശരാണെങ്കിൽ by long hours, look at
opportunities to better manage the schedule or bring it qualified temporary workers. Okay, if employees are frustrated by long hours, കുറേ സമയം അവര് നിന്നു, കുറേ സമയം നിന്നിട്ട് അവര് അവിടെ നമുക്കും ദേഷ്യം വരൂലേ അല്ലെ? ഓ, ഇന്നെങ്ങാനും ഇത് നടക്കോ, ഇന്നെങ്ങാനും ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങാനും നമുക്കൊരു മരുന്ന് കിട്ടുമോ അല്ലെ? ഫാർമസിയിലൊക്കെ നമ്മൾ കുറെ നേരമൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിരാശനാവും. നമുക്ക് ഓ, ഇന്നിത് നടക്കുമോ എന്നുള്ളത്. അത് എവിടെ ചെന്നാലും അല്ലെ, കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശനാകുക. ഓക്കെ, അപ്പൊ മണിക്കൂറുകളോളം നമ്മൾ എംപ്ലോയീസ് നമ്മള് എന്താ ഒരു നിരാശരാണെങ്കിൽ, മണിക്കൂറുകളോളം എംപ്ലോയീസ് അവിടെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് നിരാശരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് നിരാശരാണെങ്കിൽ അപ്പൊ ഷെഡ്യൂള് എന്ത് ചെയ്യണം? അപ്പൊ എംപ്ലോയീസ് എന്ത് ചെയ്യണം? നമുക്ക് ഷെഡ്യൂള്, ഓക്കെ, എന്താ പറഞ്ഞേക്കണേ? If the employees are frustrated by long hours, look at opportunity. നമ്മൾ അവിടെ ഒരു അവസരം നോക്കണം. എന്തിനാണ്? To better manage the schedule or bring it qualified temporary workers. കണ്ടോ? അപ്പൊ നമുക്ക് ആ ഷെഡ്യൂള് നന്നായി കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കണം. ആ ഷെഡ്യൂള് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂള് പോയി കഴിഞ്ഞാൽ, ഷെഡ്യൂളിംഗ് ആണെങ്കിൽ നമുക്ക് വേഗം വേഗം ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ കുറെ നേരം ഇതായിട്ട് നമ്മൾ ഒരു എംപ്ലോയീസ് അവിടെ ഫസ്റ്റ് നിരാശരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഷെഡ്യൂളിങ് കൈകാര്യം ചെയ്യാനായിട്ട്, ഷെഡ്യൂള് നന്നായി കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങള്, ഓപ്പർച്യൂണിറ്റി നോക്കണം. Look at opportunity to better manage the schedule. ആ ഷെഡ്യൂള് മാനേജ് ചെയ്യാനുള്ള, നന്നായിട്ട് മാനേജ് ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കണം. അല്ലെങ്കിലോ or bring in qualified temporary workers, അല്ലെങ്കിൽ എന്താ, ക്വാളിഫൈഡ് ആയിട്ടുള്ള, യോഗ്യരായിട്ടുള്ള ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരണം. അപ്പൊ കൂടുതൽ വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ജോലികൾ ഫാസ്റ്റ് ആയിട്ട് പോകാം. അപ്പൊ എന്താ പറയാ, നമുക്ക് ഒരുപാട് പേഷ്യൻസിനാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എംപ്ലോയീസിനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു നിരാശ വരും അല്ലെ? ഇങ്ങനെ പേഷ്യൻസിന് ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോഴോ അവർക്കും എംപ്ലോയീസിനും ഒരു നിരാശയിലേക്ക് വരാം. നമുക്ക് നിൽക്കുന്ന ആളുകൾക്ക് ബോറടിക്കും, അവർക്കും ഒരു നിരാശ പോലെ വരാം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Look at opportunity to better manage the schedule. ആ ഷെഡ്യൂള് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കാം. അല്ലെങ്കിൽ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരാം അല്ലെ? ടെമ്പററി, താൽക്കാലികമായിട്ട് നമുക്ക് നിയമിക്കാം. ഇപ്പൊ വലിയ തിരക്കൊക്കെ ആണെങ്കിൽ വേറെ സെക്ഷനിൽ നിന്ന് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള നമുക്ക് എംപ്ലോയീസിനെ അവിടെ കൊണ്ടുവന്ന് നിർത്താം. ഓക്കെ, അങ്ങനെ ചെയ്യാറില്ലേ? ഇപ്പൊ നമ്മുടെ വലിയ തിരക്കൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് കുറച്ചുകൂടി അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, പ്ലെയിൻ ക്ലോസ് ടെക്സ്റ്റൈൽസില് ഓണം വരുമ്പോ ശരിയാ അല്ലെ? ഭയങ്കര തിരക്കോ. അപ്പൊ നമ്മൾ കുറച്ച് ആളുകളെ, സാധാരണ നിൽക്കുന്ന ആളുകളല്ലാതെ കുറച്ച് എംപ്ലോയീസിനെ അവരെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരും അല്ലെ? ആ ഒരു മാസമാണെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെ? ആ രീതിയിൽ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ. അപ്പൊ നമ്മള് എന്താ പറയാ, paying close attention to trends in service delivery help you make informed data driven decision that put you one step ahead of competition. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് നമ്മള് ഈ സർവീസ് ഡെലിവറി ട്രെൻഡുകള് നമ്മള് ശ്രദ്ധയോടുകൂടി നമ്മള് ചെയ്യുന്നത്. അപ്പൊ ഓരോ ട്രെൻഡുകള് അതിപ്പോ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സർവീസ് ഡെലിവറി ട്രെൻഡുകള് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് എന്താണ്? നമുക്ക് അതൊരു കോമ്പറ്റീഷനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ കോമ്പറ്റീഷനേക്കാൾ മുന്നിൽ നിൽക്കുന്ന നമുക്കൊരു ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മെ അത് സഹായിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞുതരാം, paying close attention to trends in service delivery help you. എന്തിനു സഹായിക്കും? അതായത് നമ്മള് എന്താ പറഞ്ഞിരിക്കുന്നത്, സർവീസ് ഡെലിവറിയില് ട്രെൻഡുകള് എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ട്രെൻഡുകള് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്നത് എന്തിനേക്കാളും, നമ്മളൊരു കോമ്പറ്റീഷനേക്കാളും ഒരു മുന്നിൽ നിൽക്കുന്ന നമുക്കൊരു
ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ ആ ഡേറ്റ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പുതിയ ട്രെൻഡുകൾ അതിനനുസരിച്ച് നമ്മൾ എന്താ പറയാ അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള നടപടി അവിടെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കോമ്പറ്റീഷനേക്കാളും നമുക്ക് എന്താ ഡേറ്റാധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മെ അത് സഹായിക്കും. It also help you. ഇനി എന്തുകൂടി സഹായിക്കും? You get a head of trends that greatly impact revenue like employee retention and customer satisfaction. Retention എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് കസ്റ്റമേഴ്സിന്റെ അതായത് പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് എന്നിവ പോലെയുള്ള വരുമാനത്തെ വളരെയധികം ഇമ്പാക്ട് സ്വാധീനിക്കുന്ന കാര്യമാണ് അല്ലെ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ ആണെങ്കിലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനും നമ്മളൊരു ഒപ്പീനിയൻ പറയാം അല്ലെ, ഇന്ന ഹോസ്പിറ്റലിൽ നല്ല സർവീസ് ആണ്, നിങ്ങൾ അവിടെ ചെല്ലാൻ പറയാം. അപ്പൊ അങ്ങനെ അവര് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് നമുക്ക് ആ വരുമാനത്തിന് ഒരു ഇമ്പാക്ട് വരും അല്ലെ. ഇപ്പൊ നമ്മൾ പകുതി ചികിത്സയ്ക്ക് ആ കെയറിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ അത് ചെയ്ത് ശരിയായാലും ഞങ്ങളുടെ ബില്ല് അടയ്ക്കൂല, അല്ലെങ്കിൽ ഞങ്ങളുടെ പേയ്മെന്റ് അത് ഇത്രയും കുറച്ച് ഞങ്ങൾ അടയ്ക്കുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ റവന്യൂവിൽ അവിടെ ഒരു വ്യത്യാസം വരും അല്ലെ. നമ്മൾ പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ റെഡി ക്യാഷ് നമ്മൾ അപ്പൊ തന്നെ കൊടുക്കും നമ്മൾ അല്ലെ. അങ്ങനെയില്ലേ ചില കേസുകളിൽ അങ്ങനെയുണ്ട്. അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ആ സർവീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ അവർ പറയും ഇതിപ്പോ ഞങ്ങൾക്ക് ഇതാണ്, അപ്പൊ അതുകൊണ്ട് ഇത്രയും രൂപ ഞങ്ങൾ കുറച്ച് തരുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഞങ്ങൾ പേ ചെയ്യുള്ളൂ എന്ന് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ നിലനിർത്താനായിട്ട് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്നിവ പോലുള്ള ആ റവന്യൂ വരുമാനത്തെ വളരെയധികം ബാധിക്കുന്ന ട്രെൻഡുകൾ അതിന് നമുക്ക് കുറച്ചും കൂടി മുന്നേറാനും നമ്മളെ സഹായിക്കും. ഓക്കെ, ഇറ്റ് ഓൾസോ ഹെൽപ് യു ഗെറ്റ് എ ഹെഡ് ഓഫ് ട്രെൻഡ്സ്. ഇപ്പോഴത്തെ ട്രെൻഡുകൾ കുറച്ചും കൂടി നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അതായത് എംപ്ലോയീസിനെ നമ്മൾ നിർത്തുക അല്ലെ. എംപ്ലോയീസ് കുറവാണെങ്കിൽ നമുക്ക് എന്താ പറയാ മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കെയർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആളുകൾ കുറഞ്ഞു വരാം, അപ്പൊ അവിടെ റവന്യൂ കുറഞ്ഞു വരാം അല്ലെ. അപ്പൊ ആവശ്യത്തിനുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും കസ്റ്റമറിന്റെ ഈ സാറ്റിസ്ഫാക്ഷനും എന്തിനു സ്വാധീനിക്കുന്നതാണ്? നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ റവന്യൂവിനെ സ്വാധീനിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ റവന്യൂവിനെ വളരെയധികം സ്വാധീനിക്കുന്ന ട്രെൻഡുകൾ അതിന് നമ്മൾ തുടരാനും അതിന് നമുക്ക് കുറച്ചുകൂടി മുന്നേറാനും നമുക്ക് സഹായകമാക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് ഐഡന്റിഫൈ പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. ആ ഒരു പാരഗ്രാഫിൽ മൊത്തം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് ബാക്ക്വേർഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലോയിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അത് ബെറ്റർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ആ ഓപ്പറേഷൻസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ബെറ്റർ ആകും. അതിനനുസരിച്ച് ഒരു നല്ലൊരു റവന്യൂ ആ ഹോസ്പിറ്റലിലേക്ക് കിട്ടുകയും ചെയ്യും അല്ലെ. നമ്മൾ ഏത് ഏരിയ ആണ് ബാങ്കിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അപ്പൊ അത്രയാണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഐഡന്റിഫൈ പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ബൈ കളക്ടിങ് ആൻഡ് റിവ്യൂയിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ എന്തിനു സഹായിക്കുന്നു? നമ്മളെ നമുക്ക് അണ്ടർ പെർഫോമിംഗ് ഏരിയ അത് മനസ്സിലാക്കാനും അതിന് നല്ലൊരു മീനിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനും നമ്മളെ സഹായിക്കും. പിന്നെ അടുത്ത് നമ്മൾ അത് എന്താണ് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂളിങ് ബുക്കിംഗ് പ്രോസസ് ഒക്കെ ഒപ്റ്റിമൈസ് ക്രമീകരിക്കാനുള്ള ഒരു മാർഗം നമുക്ക് അവിടെ കൊണ്ടുവരാം. ഓക്കെ, അത്രയും അതിനകത്ത് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹെൽപ്പ് യു ഗെറ്റ്, നല്ലൊരു ഡേറ്റ നമ്മൾ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പ് യു ഗെറ്റ് എ ഹെഡ് ഓഫ് ട്രെൻഡ്സ് ദാറ്റ് ഗ്രേറ്റ്ലി ഇമ്പാക്ട് റവന്യൂ ലൈക്ക് എംപ്ലോയി റീറ്റെൻഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ട്രെൻഡുകളിൽ നമുക്ക് തുടരാനും അതുപോലെ നമ്മൾ അതിന് കുറച്ചും കൂടി മുന്നേറാനും നമുക്ക് സഹായിക്കും.
ഇനി അടുത്തത് ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിന്റെ ഉൽപാദനക്ഷമത. ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. Okay, the numerous roadblocks that often arise in healthcare operations is desperate എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകള്. സൈലോയിഡ് പ്രോസസ്. സൈലോയിഡ് എന്നാണ് വായിക്കണേ. സൈലോയിഡ് പ്രോസസ്. സൈലോയിഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും കോർപ്പറേഷൻ ഇല്ലാതെ സ്വന്തമായി ചെയ്യുന്നതിനെയാണ് സൈലോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒന്നും കോർപ്പറേഷൻ ഇല്ലാതെ, അവരുടെ സഹായം ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാതെ, സഹകരണം ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നതിനെയാണ് സൈലോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും കോർപ്പറേഷൻ ഇല്ലാതെ സ്വന്തമായി ചെയ്യുന്നതിനെയാണ് സൈലോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഓർ പൂർ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിലും നമുക്ക് പൂർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിലും ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഇതിന് വേണം അല്ലെ. കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിലും നമുക്ക് അതിൻ്റെതായ ഒരു ഡിഫോൾട്ടും വരാം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഓർ ഇവിടെ പറഞ്ഞെങ്കിൽ ഓർ പൂർ കമ്മ്യൂണിക്കേഷൻ എന്തിന് സഹായമാകും? ഇംപെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തടസ്സം എന്നുള്ള മീനിങ് കേട്ടോ. എന്തിന് തടസ്സം വരുത്തും? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയില് തടസ്സം വരുത്തും. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്? അതായത് നമുക്ക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന റോഡ് ബ്ലോക്സ് that often arise in healthcare operations. ഈ ഹെൽത്ത് കെയർ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന പലതരത്തിലുള്ള ന്യൂമറസ് റോഡ് ബ്ലോക്കുകൾ. ഡിസ്ക്രൈബ് ഡേറ്റ, വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകൾ കറക്റ്റ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകൾ സൈലോയിഡ് പ്രോസസ് അല്ലെങ്കിൽ പൂർ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം എന്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയ്ക്ക് തടസ്സമാവണ കാര്യങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, അത് ഫസ്റ്റ് ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്യണ്ട. ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റിനെ തടസ്സം വരുത്തും, പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, തടസ്സമാകുന്ന കാര്യങ്ങൾ ചോദിക്കാൻ. ഡിസ്ക്രൈബ് ഡേറ്റ, numerous roadblocks, then xyloid process, poor communication. ഇനി നെക്സ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഷെഡ്യൂളേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ മേക്കിംഗ് കോൾസ് ആൻഡ് നോട്ട് ഇനഫ് ടൈം ഡെലിവറിംഗ് കെയർ. ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, അത് ഷെഡ്യൂൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്ന ഷെഡ്യൂളേഴ്സിന്, അഡ്മിനിസ്ട്രേറ്റർമാർക്ക് അവിടെ കോളുകൾ വിളിക്കാനോ നമുക്ക് ആൻഡ് നോട്ട് ഇനഫ് ടൈം അല്ലെങ്കിൽ ഡെലിവറിംഗ് കെയർ കൊടുക്കാനോ ആവശ്യത്തിനായുള്ള സമയം എന്ത് ചെയ്യുന്നില്ല, അവിടെ മതിയാകുന്നില്ല അവർക്ക്, അല്ലെങ്കിൽ സമയം തികയുന്നില്ല. എന്നിവർക്ക് കോളുകൾ വിളിക്കാനോ അല്ലെങ്കിൽ പരിചരണം നൽകാനോ മതിയായിട്ടുള്ള സമയമില്ല. ഓരോ പേഷ്യൻസിന്റെയും അടുത്ത് ഓരോ കാര്യങ്ങൾക്കും കോള് വിളിച്ച് ചെലവാക്കാനുള്ള സമയം അവർക്കില്ല. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ ഷെഡ്യൂളേഴ്സിനോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ ഒക്കെ എന്തിനു സമയമില്ല? മേക്കിംഗ് കോൾസ് ആൻഡ് നോട്ട് ഇനഫ് ടൈം ഡെലിവറിംഗ് കെയർ. പരിചരണം അവർക്ക് നൽകാനോ അല്ലെങ്കിൽ കോള് വിളിക്കാനോ ഉള്ള ഇനഫ് ടൈം, അവർക്ക് മതിയായ സമയമില്ല. Strong healthcare operation support by centralized technology. അപ്പൊ അതിന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എന്താ അവിടെ? ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ കോള് വിളിച്ചിട്ട് നമുക്ക് അവരുടെ ക്ഷേമകാര്യങ്ങളോ ചോദിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു പരിചരണം കൊടുക്കാനോ സമയമില്ല അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ എന്തോരം പേഷ്യൻസ് ഒക്കെയാ വരുന്നത്. എല്ലാവരും ഡയറക്റ്റ് ഫോൺ കോൾ വഴി, അഡ്മിനിസ്ട്രേറ്റർമാരാണെങ്കിലും നമുക്ക് എല്ലാ പേഷ്യൻസിനോടും ഒരുപോലെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല അല്ലെ? ഡയറക്റ്റ് അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ സപ്പോർട്ട് ബൈ സെൻട്രലൈസ്ഡ് ടെക്നോളജി puts the focus where it belongs. സെൻട്രലൈസ്ഡ് ടെക്നോളജിയുടെ ഒരു സപ്പോർട്ടുള്ള
എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കാണ് അല്ലേ? ഇപ്പൊ എല്ലാ ഫീൽഡിലും നമ്മൾ ടെക്നോളജി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാ ടെക്നോളജിയും. ഒരൊറ്റ സെക്കൻഡിൽ ഇനി 10 പേരോട് സംസാരിക്കണമെങ്കിൽ അതേപോലെയുള്ള ഇതുണ്ട്. അപ്പൊ ഈ ടെക്നോളജി, അതായത് സെൻട്രലൈസ്ഡ് ടെക്നോളജിയുടെ ഒരു സപ്പോർട്ടുള്ള സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്, അത് നല്ല രീതിയിൽ എവിടെയാണോ അത് വേണ്ടത്, വേർ ഇറ്റ് ബിലോങ്, എവിടെയാണോ ആ ഇത് കൊടുക്കേണ്ടത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല കെയർ കൊടുക്കാൻ പറ്റും. Put the focus where it belongs. ണ്ടോ, എവിടെയാണോ അവിടെ നമുക്ക് ആ സെൻട്രലൈസ്ഡ് ടെക്നോളജീനെ സപ്പോർട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്, ആരോഗ്യ പ്രവർത്തനങ്ങള് ഒരു സെൻട്രലൈസ്ഡ് ടെക്നോളജിയുടെ ഒരു സപ്പോർട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പിൻബലമുള്ള ഒരു ശക്തമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അത് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Caring for patients, reducing and eliminating operational bottlenecks. Bottlenecks നമ്മൾ പറഞ്ഞതാണ്. എന്താണ് bottlenecks എന്ന് പറഞ്ഞാൽ? തടസ്സം. Bottlenecks, തടസ്സം. Okay, caring for patients, reducing and eliminating operational bottlenecks make for more productive doctors, nurses, home health providers, lab technician and other staff members. എന്താ പറഞ്ഞേക്കുന്ന, ഈ നമ്മൾക്ക് അപ്പൊ എവിടെയാണോ നമ്മൾ ആ കെയർ കൊടുക്കേണ്ടത് അത് നമുക്ക് ആ നല്ലൊരു സെൻട്രലൈസ്ഡ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ആ ഒരു ഏരിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന പ്രവർത്തനങ്ങള് അതിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. കെയറിംഗ് ഫോർ പേഷ്യൻസ്, റെഡ്യൂസിങ് ആൻഡ് eliminating operational bottlenecks. അതായത് നമുക്ക് ആ പ്രവർത്തനങ്ങളില് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന പ്രവർത്തനങ്ങളില് തടസ്സം ഉണ്ടാക്കുന്നതിന്, ആ തടസ്സത്തെ കുറയ്ക്കാനോ എലിമിനേറ്റ് ചെയ്യാനോ ആർക്ക് സാധിക്കും? ഡോക്ടേഴ്സിന്, നേഴ്സസ്, ഹോം ഹെൽത്ത് പ്രൊവൈഡേഴ്സ്, ലാബ് ടെക്നീഷ്യൻ ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു തടസ്സം, ആ പേഷ്യൻസ് കെയർ കൊടുക്കേണ്ട ആ ഒരു തടസ്സം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ കഴിയും. ഒത്തിരി സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് എപ്പോഴും നമുക്ക് ആ പേഷ്യൻസുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാം. ലാബ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും എന്താ പറയാ റൗണ്ട്സിന് വരുന്നുണ്ട് അല്ലെ, ഡയറക്റ്റ് നമുക്ക് ഡോക്ടറോട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആ കൊടുക്കുന്ന രോഗി പരിചരണത്തില് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാം. നേഴ്സസ് ആണെങ്കിലും നമുക്ക് ഓരോ സമയവും വാർഡിൽ വന്ന് നമ്മുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലെ, എല്ലാ കാര്യം തരുന്നുണ്ട്, പ്രോപ്പറായിട്ട് മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ആ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറില് നമ്മൾക്ക് ഉണ്ടാക്കുന്ന തടസ്സം അതിനെ റെഡ്യൂസ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയാം. അവർക്ക് അത് ചെയ്യാൻ പറ്റും, ആ തടസ്സത്തെ മാറ്റി നിർത്താൻ പറ്റും. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Caring for patients, reducing and eliminating operational bottlenecks make for more productive doctors. കൂടുതൽ ആ ഒരു സജ്ജമായിട്ടുള്ള മോർ പ്രൊഡക്റ്റീവ്, കൂടുതൽ ഉത്പാദനക്ഷമതയുള്ള ഡോക്ടേഴ്സിന്, നേഴ്സിന്, ഹോം ഹെൽത്ത് പ്രൊവൈഡേഴ്സിന്, ലാബ് ടെക്നീഷ്യന്, സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ കഴിയും. ആ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ വരുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ ആർക്ക് കഴിയും? ഡോക്ടേഴ്സിന്, നേഴ്സസ്, home health providers, lab technician and other staff members ഇവർക്കെല്ലാം കഴിയും. ലാസ്റ്റ് ലൈനും കൂടി അതിനൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈനും അതിൽ നിന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കാം കേട്ടോ. അത് ആ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് how to improve operations management. നമുക്ക് ഒരു പ്രവർത്തന മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും?
ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഇംപ്രൂവ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഇതിനകത്ത് ചോദിക്കാം കേട്ടോ. ആ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏതെല്ലാം രീതിയിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെ നമുക്ക് 5 പോയിന്റ്സ് ആയിട്ട് തന്നേക്കണേ. കളക്ട് ആൻഡ് ലീവറേജ് ഡേറ്റ ഫസ്റ്റ്. പിന്നെ ഓട്ടോമാറ്റ് വെനെവർ പോസിബിൾ. ഓട്ടോമാറ്റ് ആക്കുക, അതായത് ഓട്ടോമാറ്റിക് ആക്കുക, യന്ത്രവൽക്കരിക്കുക. എനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. പ്രൊവൈഡ് ടൂൾസ്, അല്ലെ, സ്റ്റാഫിന് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള, അവർക്ക് നല്ല കെയർ കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, എക്സിസ്റ്റിംഗ് നിലവിലുള്ള ആ സിസ്റ്റവുമായിട്ട് സംയോജിപ്പിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അത്രയും 5 പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അത് ആ പോയിന്റുകൾ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഹൗ ടു ഇംപ്രൂവ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഓപ്പറേഷൻ മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? There are several ways. പല മാർഗങ്ങളുണ്ട്. There are several ways to improve healthcare operation management. കണ്ടോ, ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഫോർ ബെറ്റർ പേഷ്യന്റ് ഔട്ട്കം ആൻഡ് പോസിറ്റീവ് എംപ്ലോയി എക്സ്പീരിയൻസ്. ഒരു നല്ലൊരു രോഗി ഫലങ്ങൾക്കും എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബെറ്റർ പേഷ്യന്റ് ഔട്ട്കം, പേഷ്യന്റ് ഔട്ട്കം നല്ല ഇതാക്കാനായിട്ട്, നല്ലൊരു ഫലങ്ങൾക്ക്, എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസ് ഒരു പോസിറ്റീവ് ആക്കാനായിട്ട് ഒക്കെ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആവണം, അല്ലെ? പേഷ്യൻസിന്റെ ഔട്ട്കമും നല്ല ബെറ്റർ ആയിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട്, ബെറ്റർ ആവുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവത്തിനും പിന്നെ പേഷ്യൻസിന്റെ നല്ലൊരു ഔട്ട്കമിനും വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, കളക്ട് ആൻഡ് ലീവറേജ് ദ റൈറ്റ്. ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. ലീവറേജ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പ്രയോജനപ്പെടുത്തുക എന്നുള്ള മീനിങ് ആട്ടോ. ഡേറ്റ കളക്ട് ചെയ്യുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ലീവറേജ്, കളക്ട് ആൻഡ് ലീവറേജ് ദ റൈറ്റ് ഡേറ്റ. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ഡേറ്റ ശേഖരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഡേറ്റ ശേഖരിച്ചാൽ മാത്രം പോരല്ലോ, അതിനനുസരിച്ച് നമ്മൾ എന്താണ് മാറ്റം വരുത്തേണ്ടത് അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക? അത് മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുക. ഓക്കെ, data help healthcare leaders make informed decisions that steer the organization towards success and prepare it for crisis. Crisis എന്ന് പറഞ്ഞാൽ എന്താ? Crisis, പ്രതിസന്ധി. Crisis, crisis. Okay, data help. Data എന്തിനു സഹായിക്കുന്നു? Helps healthcare leaders. ഹെൽത്ത് കെയർ ലീഡേഴ്സിനെ ഡേറ്റ എന്തിനാ സഹായിക്കുന്നേ? മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ദാറ്റ് സ്റ്റിയർ. സ്റ്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. STEER, സ്റ്റിയർ, നയിക്കുക. ദ ഓർഗനൈസേഷൻ ടുവേർഡ് സക്സസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ ക്രൈസിസ്. അതായത് ഒരു ഓർഗനൈസേഷനെ അതിന്റെ വിജയത്തിലേക്ക് നയിക്കാനും, ഒരു ഓർഗനൈസേഷന്റെ അതിന്റെ ആ ഒരു സക്സസ്, ഒരു വിജയത്തിലേക്ക് നയിക്കാനും, അതുപോലെ പ്രതിസന്ധികളിൽ തയ്യാറെടുക്കുകയും ചെയ്യാൻ. പ്രിപ്പയർ ഇറ്റ് ഫോർ ക്രൈസിസ്, സക്സസ്ഫുൾ ടുവേർഡ് സക്സസ്ഫുൾ ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ ക്രൈസിസ്. അതായത് ഒരു ഓർഗനൈസേഷനെ അതിന്റെ വിജയത്തിലേക്ക് നയിക്കാനും പ്രതിസന്ധികൾ, എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികൾക്ക് തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽത്ത് കെയർ ലീഡേഴ്സിനെ ഡേറ്റ ഹെൽപ്പ് ചെയ്യും. അവിടെ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ. ഡാഷ് ഹെൽപ്പ് ദ ഹെൽത്ത് കെയർ ലീഡേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ദാറ്റ് സ്റ്റീർ ദ ഓർഗനൈസേഷൻ ടുവേർഡ്സ് സക്സസ്ഫുൾ ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ ക്രൈസിസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ വിജയത്തിലേക്ക് നയിക്കാനും ആ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള, പ്രതിസന്ധികൾക്ക് തയ്യാറെടുക്കുന്നതിനുമുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആര് നമ്മെ സഹായിക്കും? ആരെ സഹായിക്കുക?
ഡേറ്റ അല്ലെ, പേഷ്യൻസിൽ നിന്നും സ്റ്റാഫിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മളെ സഹായിക്കും. അണ്ടർലൈൻ ചെയ്തതാ കേട്ടോ. ഡേറ്റ ഫുൾ ആ സെന്റൻസ് അങ്ങനെ തന്നെ ഡാഷ് മാത്രം ഫസ്റ്റ് ആ ഡേറ്റ എന്നുള്ളടത്ത് ഡാഷ് ഇട്ടിട്ട് ബാക്കി ഫുൾ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തിടാം. ഇനി അപ്പൊ ഡേറ്റ നമുക്ക് സഹായിക്കും. ഇനി specifics of your healthcare services, business goals, and patient base will determine the ideal data you will want to gather and use to your advantage. മനസ്സിലാക്കി വെച്ചവിടെ, അതായത് നമ്മുടെ ആ സ്പെസിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകള്, സ്പെസിഫിക്സ് പ്രത്യേകതകള്, നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിന്റെ പ്രത്യേകതകള്, ഹെൽത്ത് കെയർ സർവീസിന്റെ പ്രത്യേകതകള്. ഇനി ബിസിനസ് ഗോൾ, ആ ബിസിനസിന്റെ ലക്ഷ്യം എന്താണ്, ബിസിനസിന്റെ ലക്ഷ്യങ്ങള്. പിന്നെ അതുപോലെ പേഷ്യന്റ് ബേസ്, ബേസിക് ആയിട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്. പേഷ്യന്റ് ബേസ് വിൽ ഡിറ്റർമിൻ, അത് നിശ്ചയിക്കും എന്താ, അത് ഐഡിയൽ ഡേറ്റ യു വിൽ want to gather and use to your advantage. എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ആ ഡേറ്റ നമുക്ക് എന്താ പറയാ, ഹെൽത്ത് കെയർ സർവീസിന്റെ ആ പ്രത്യേകതകള്, നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിന്റെ പ്രത്യേകതകള്, ബിസിനസിന്റെ ഗോൾസ്, പേഷ്യന്റിന്റെ ബേസ് എന്നിവ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് അത് ശേഖരിക്കാനും അതിന്റെ ഒരു നേട്ടത്തിനായിട്ട് ഉപയോഗിക്കാനും നമുക്ക് ആ ഡേറ്റ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഡേറ്റയാണ് patient will determine the ideal data you will want to gather and use to your advantage. അതായത് ആ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റനെ ബേസ് ചെയ്തിട്ട് തന്നെ നല്ല കെയർ നമുക്ക് അവിടെ കൊടുക്കാം അല്ലെ. അതിന് നമുക്കപ്പോ നല്ല കെയർ കൊടുക്കാനും നമുക്ക് ആ ഡേറ്റ നമ്മുടെ ഒരു നേട്ടത്തിനായിട്ട് അവിടെ ഉപയോഗിക്കാനും പറ്റും. ഡേറ്റാസ് നമുക്ക് എന്താണ് ഒരു നേട്ടത്തിനായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഹെൽത്ത് കെയർ സർവീസിന്റെ പ്രത്യേകതകള്, ബിസിനസിന്റെ ഗോള്, ലക്ഷ്യങ്ങള്, പേഷ്യന്റിന്റെ ബേസ്, ഇതെല്ലാം എന്ത് ഡിറ്റർമിൻ ദ ഐഡിയൽ ഡേറ്റ, ഇതെല്ലാം ഒരു ഐഡിയൽ ഡേറ്റ നിശ്ചയിക്കും. ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണത്. ഓക്കെ, ആ ഹെൽത്ത് കെയർ സർവീസിന്റെ പ്രത്യേകത, ബിസിനസിന്റെ ഗോള്, പേഷ്യന്റിന്റെ ബേസ് എല്ലാം വിൽ ഡിറ്റർമിൻ ദ ഐഡിയൽ ഡേറ്റ. അപ്പൊ ഐഡിയൽ ഡേറ്റ അത് നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഐഡിയൽ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ, അതിനനുസരിച്ച് നമുക്ക് ബെറ്റർ കെയർ കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, യൂസ് ഫോർ അഡ്വാൻറ്റേജ്, നമ്മുടെ ഒരു ഉപയോഗത്തിന്, ഒരു പ്രയോജനത്തിനായിട്ട് ആ ഡേറ്റ ഉപയോഗിക്കാൻ പറ്റും. ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നെങ്കിൽ, അതായത് നമ്മുടെ ഒരു എന്താണ് ഒരു ഉപയോഗത്തിനായിട്ട് നമുക്കത് ആ ഡേറ്റ ഉപയോഗിക്കാനും പറ്റും. Depending on these factors, you may include service provided, billable times, mileage, and travel reimbursement for mobile workers and patient reported wellness. നോക്കിയേ, ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഈ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത്, ഡിപ്പെൻഡിങ് ഓൺ ദീസ് ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സിനെ, അപ്പൊ ഡേറ്റയിലുള്ള ആ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു മേ ഇൻക്ലൂഡ് സർവീസസ് പ്രൊവൈഡഡ്, നമ്മൾ നൽകിയ സേവനങ്ങള്, നമ്മൾ കൊടുത്ത സർവീസ്, സർവീസ് പ്രൊവൈഡ് ചെയ്ത സർവീസുകള്, ബിലബിൾ ടൈംസ്, നമുക്ക് ബില്ല് ചെയ്യാവുന്ന സമയം, ബിലബിൾ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ചെയ്യാനുള്ള സമയം, ബില്ല് ചെയ്യാവുന്ന സമയം, മൈലേജ്, ട്രാവൽ റീഎംബേഴ്സ്മെന്റ്, യാത്രാ തിരിച്ചടവ്, റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്, ഫോർ മൊബൈൽ വർക്കേഴ്സ് ആൻഡ് പേഷ്യന്റ് റിപ്പോർട്ടഡ് വെൽനസ് എന്നിവ ഒക്കെ
ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. Depending on these factors, you may include. ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. എന്തൊക്കെയാ? സർവീസ് പ്രൊവൈഡ് ചെയ്ത സർവീസ്, ബില്ലബിൾ ടൈം, നമുക്ക് ആ ബില്ല് അടയ്ക്കാനുള്ള, ബില്ല് ചെയ്യാനുള്ള സമയം, മൈലേജ്, ട്രാവൽ റീഇംബേഴ്സ്മെന്റ് ഫോർ മൊബൈൽ വർക്കേഴ്സിന്റെ യാത്ര, തിരിച്ചടവ്, പേഷ്യൻ റിപ്പോർട്ടഡ് വെൽനസ്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ബട്ട് ഇറ്റ് ക്യാൻ ബി എ റിയൽ ഹസൽ. ഹസൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. To collect and leverage the right data unless you have the right tool. നമുക്ക് ശരിക്കും അത് ആ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ശരിയായ ടൂൾ ഇല്ലെങ്കിൽ നമുക്ക് ആ ഡേറ്റാസ് കളക്ട് ചെയ്യാനും അത് പ്രയോജനപ്പെടുത്താനും എന്താണ്, ബുദ്ധിമുട്ടാണ് അല്ലേ? ബട്ട് ഇറ്റ് ക്യാൻ ബി റിയൽ ഹസൽ. ഹസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബുദ്ധിമുട്ടാണെന്ന്. എന്താ? കളക്ട് ആൻഡ് ലിവറേജ് ദ റൈറ്റ് ഡേറ്റ. ഡേറ്റ ശേഖരിക്കാനും അത് നമുക്കത് പ്രയോജനപ്പെടുത്താനും ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ? അൺലെസ് യു ഹാവ് ദ റൈറ്റ് ടൂൾ. ശരിയായ ടൂള് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, നമുക്ക് ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനും അത് പ്രയോജനപ്പെടുത്താനും ബുദ്ധിമുട്ടാണ്. അണ്ടർലൈൻ ചെയ്തിട്ടത്. ഓക്കെ. But it can be real hassle to collect and leverage the right data unless you have the right tool. ശരിയായ ടൂൾ ഇല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും എന്താ, ബുദ്ധിമുട്ടാണ്. Then, and once you have captured that data, the disparate system in which it lives may make it difficult to connect and analyze in a meaningful way. അപ്പൊ നമുക്ക് ഡേറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്യാപ്ചർ ചെയ്യുക. നമ്മൾ ആ ഡേറ്റ ഇനി ക്യാപ്ചർ ചെയ്ത് കഴിയുകയാണെങ്കിൽ, ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കളക്ട് ചെയ്യുക, പിടിച്ചെടുക്കുക, കീഴടക്കുക എന്നുള്ള മീനിങ് അല്ലേ? ആദ്യത്തെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആ പറയണത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇച്ചിരിയാണ്, ബാക്കിയൊക്കെ സിമ്പിളാ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് ഈ ശരിക്കും ശരിയായ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് എന്ത് വേണം? എന്താ നമുക്ക് വേണ്ടേ? ശരിയായ ടൂൾ. അതിനുള്ള ശരിയായ ടൂൾ വേണം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ആ ശരിയായിട്ടുള്ള ടൂള് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനോ പറ്റില്ല. ഓക്കെ, ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനോ അത് പ്രയോജനപ്പെടുത്താനോ പറ്റില്ല. ഇനി ഒരു പ്രാവശ്യം നമ്മൾ ആ ഡേറ്റ ക്യാപ്ചർ ചെയ്താൽ ഒന്ന് നോക്കിയേ, അത് നിങ്ങൾ ആ ഡേറ്റ ക്യാപ്ചർ ചെയ്താൽ അത് നമ്മുടെ ആ ഒരു ഡെസ്പറേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വ്യത്യസ്തമായിട്ടുള്ള സംവിധാനം എന്നാണ്. ഒരു പ്രാവശ്യം നമ്മൾ ആ ഡേറ്റ ക്യാപ്ചർ ചെയ്താൽ നമ്മളത് ആ ജീവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് അത് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടാകും. ഇപ്പൊ നമ്മൾ ഡേറ്റ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡേറ്റ ഒരു പ്രാവശ്യം കളക്ട് ചെയ്താൽ പിന്നെ അടുത്തതില് മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ ആ ഒരു പ്രസന്റില് നമ്മൾ എടുക്കുന്ന ഡേറ്റ ആവുന്നില്ല നെക്സ്റ്റ് സെക്ഷനില് അല്ലെങ്കിൽ അടുത്ത മാസം എടുക്കുമ്പോൾ വേറെ പേഷ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ അല്ലെ? അപ്പൊ അവരുടെ ഡേറ്റ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റൂല. ഒരു പ്രാവശ്യം നമ്മൾ ആ ഡേറ്റ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വ്യത്യസ്തമാണ് അല്ലെ? കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കില്ല ഇപ്പൊ വേറെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് നമുക്കത് വിശകലനം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, അത് ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി
ഇനി അടുത്ത് പറഞ്ഞേക്കാം, with the right technology, however, you can simplify the process and add value to your business in one fell swoop. swoop എന്ന് വെച്ചാൽ ഒറ്റയടിക്ക്, പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? with the right technology. Okay, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടാ, with the right technology. with the right technology. എന്നിരുന്നാലും നമുക്ക് എന്താ, with the right technology, however, you can simplify the process and add value to your business in one fell swoop. എന്നിരുന്നാലും നമുക്ക് ശരിയായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോസസ്സ് നമുക്ക് എന്താ, നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം, അല്ലെ? നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് പ്രോസസ്സ് ലളിതമാക്കാനും ഒറ്റ അടിക്ക് തന്നെ നമ്മുടെ ആ ബിസിനസ്സിന് ഒരു വാല്യൂ, ഒരു മൂല്യം ചേർക്കാനും പറ്റും. ഓക്കെ, with the right technology, ശരിയായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട്, നമ്മുടെ ശരിയായിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ ബിസിനസ്സിന് എന്താ നല്ലൊരു വാല്യൂ, ഒരു മൂല്യം ചേർക്കാനും പറ്റും. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. നമുക്ക് ആ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാന് അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു വാല്യൂ ചേർക്കാനായിട്ട് എന്തിലൂടെ സഹായിക്കും? with the right technology. ശരിയായ ടെക്നോളജിയിലൂടെ നമുക്ക് സഹായിക്കും. ഇനി അടുത്ത, look for a solution that automatically collect data whenever your work are, whether that is in the office, at the patient home, or at a testing site through secure mobile device. അപ്പൊ നമ്മൾ നോക്കിയേ, അപ്പൊ നമ്മുടെ ജോലി എവിടെയായിരുന്നാലും, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ജോലി ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ്, ഓക്കെ, വെദർ ദാറ്റ് ഈസ് ഇൻ ഓഫീസിലാണെങ്കിൽ, പേഷ്യന്റ് ഹോമിലാണെങ്കിൽ, ടെസ്റ്റിംഗ് സൈറ്റിലാണെങ്കിൽ, സെക്യൂർ മൊബൈൽ സർവീസ്, എവിടെയാണെങ്കിലും നമ്മുടെ ജോലി എവിടെയാണെങ്കിലും എന്താണ്, ആ സ്വമേധയാ നമുക്ക് ആ ഡേറ്റ ശേഖരിക്കുന്ന ഒരു പരിഹാരം, ഡേറ്റ ശേഖരിക്കാനുള്ള ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു. look for the solution that automatically collect the data. അപ്പൊ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ആ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? look for a solution that automatically collect the data whenever you work. നമ്മൾ എവിടെ വർക്ക് ചെയ്താലും, അതായത് ഓഫീസിലാണെങ്കിലും, പേഷ്യൻസിന്റെ ഹോമിലാണെങ്കിലും, ടെസ്റ്റിംഗ് സൈറ്റിലാണെങ്കിലും, സെക്യൂർ മൊബൈൽ ഡിവൈസ് അവിടെ ആണെങ്കിലും, എവിടെ വർക്ക് ചെയ്താലും നമുക്ക് ആ ടെക്നോളജി, ശരിയായിട്ടുള്ള ടെക്നോളജിയുടെ സഹായത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഡേറ്റ കളക്ട് ചെയ്യാം. ആ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ, അതിനൊരു സൊല്യൂഷൻ നമുക്ക് അതിലൂടെ പറ്റും, ഈ ശരിയായിട്ടുള്ള ടെക്നോളജിയിലൂടെ. സെറ്റ് ക്ലിയർ KPIs. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദ്യം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അടുത്ത് നോക്കിയേ, വിത്ത് സെറ്റ് ക്ലിയർ, നമ്മളോട് എന്ത് സെറ്റ് ചെയ്യാനാ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓരോന്നിനും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അളക്കാനായിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. Set a clear KPI that have a demonstrable impact on the business. Track those KPIs over time and use them to hold the organization accountable for operation improvement. അപ്പൊ നമുക്ക് അങ്ങനെ ആ വ്യക്തമായിട്ടുള്ള KPI സജ്ജമാക്കുന്നതിലൂടെ നമുക്ക് ആ കാലക്രമേണ തന്നെ KPIs നമുക്ക് ട്രാക്ക് ചെയ്യാനും അവിടുത്തെ പ്രവർത്തനങ്ങള് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിൾ ഫോർ ഓപ്പറേഷൻ ഇംപ്രൂവ്മെന്റ്സ്, ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്താ, ഒരു നല്ലൊരു ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ കാലക്രമേണ മെച്ചപ്പെടുത്താനും നമുക്ക് ആ ഓരോ ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും എന്ത് ചെയ്യുന്നു? അവ ഉപയോഗിക്കാം.
എന്നാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക, അത് ശരിയായ ടെക്നോളജിയിലൂടെ ശരിയായ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അതിനനുസരിച്ചുള്ള ആ ഇംപ്രൂവ്മെന്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ആ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ പ്രവർത്തനങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി എന്താ ഒരു ഇംപ്രൂവ്മെന്റ് ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഏതിലൂടെയാണ്? നമ്മള് ആ ഡേറ്റയാണ് നമ്മളെ അതിന് സഹായിക്കുന്നത്. ഓക്കെ, ചെറിയ കാര്യങ്ങളൂടെ നമുക്ക് പറയാം. ഓട്ടോമാറ്റ് വെനെവർ പോസിബിൾ. ഓട്ടോമാറ്റ് ആക്കാന്ന് വെച്ചാൽ എന്താ? ഓട്ടോമാറ്റ് ആക്കുക, എല്ലായിടത്തും ഓട്ടോമാറ്റിക് ആക്കുക, യന്ത്രവൽക്കരിക്കുക അല്ലെ. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന സ്ഥാനത്ത് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമുക്ക് എന്താ യന്ത്രവൽക്കരിക്കാം. വെനെവർ പോസിബിൾ, സാധ്യമായ എല്ലായിടത്തും തനിയെ പ്രവർത്തിക്കുന്ന. ശരി, ഓക്കെ, വെരി ഗുഡ്. വിഷയത്തിലുണ്ട് തനിയെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വേണ്ട അല്ലെ, ഒരു മിക്സി നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാൽ മതി തന്നെ പ്രവർത്തിച്ചോളൂ. നമ്മൾ കല്ലയിൽ നിന്നൊന്നും അരക്കൊന്നും വേണ്ട, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആണ് അല്ലെ. മെഷീൻ, വാഷിംഗ് മെഷീൻ, തുണി അതിലേക്ക് ഇട്ട് സ്വിച്ച് ഇട്ടാൽ മതി, അത് തന്നെ അവിടെ കിടന്ന് അരക്കിക്കോളും. അത് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ അതില് കൈ കടത്തണ്ട, നമ്മൾ അലക്കാനോ പിരിപ്പിക്കാനോ അത് വിരിച്ചിടാനോ ഇതിന് പോണ്ട അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയില് നമ്മൾ എല്ലാം സാധ്യമായ എല്ലായിടത്തും ഓട്ടോമാറ്റ് ആക്കുക. ഇവിടെ നോക്കിയേ, മാനുവൽ പ്രോസസ് ആർ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, മാനുവൽ പ്രോസസ് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനം കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ്, ടൈമും കുറേ വരും അല്ലെ. ഇപ്പൊ എല്ലാം മെഷീൻ അല്ലേ, ഒരു കുറെ സ്ഥലമുണ്ട്, അവിടെ കുന്നുപോലെ ഇരിക്കുന്നതാണ്. നമ്മളെ ആൾക്കാർ എന്തോരം പേര് ഒരു ദിവസമായിട്ട് പണിയെടുത്താൽ ആ കുന്നൊന്ന് ഇടിച്ചു വെച്ചോണം. ഇപ്പൊ നേരെ ഓട്ടോമാറ്റിക് വിഷയം വന്നു, JCB വന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് അത് ഇടിച്ചു നിരത്തിയിടും അല്ലെ. അപ്പൊ നമുക്ക് മാനുവൽ പ്രോസസ് എന്ന് പറഞ്ഞ കോസ്റ്റ്, പൈസ കൂടുതലായില്ലേ മാനുവലിന്. ഒരു 10 ആൾക്കാർ പണിയാൻ നിൽക്കണമെങ്കിൽ ഒരാൾക്ക് 1000 രൂപ വെച്ചാണെങ്കിൽ 10,000 രൂപയായി അവിടെ അല്ലെ. നമ്മളത് എന്താ പറയാ, മാനുവൽ പ്രോസസ്സ് അവിടെ കോസ്റ്റ്ലി ആണ്, പിന്നെ അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ബില്ലിംഗ് സെക്ഷനിൽ ഒരാൾ അവിടെ ഇരുന്ന്, ഒരു 5-6 ആളുകൾ ഇരുന്ന് കണക്കിങ്ങനെ നമ്മൾ കൂട്ടുകയാണ്, മനക്കണക്കായിട്ട് കൂട്ടി ബില്ലടിച്ച് വരുമ്പോഴത്തേക്കും എന്തോരം ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, ടൈമും കുറേ പോകില്ലേ, എന്തോരം നേരം പോകും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണേ, മാനുവൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അണ്ടർലൈൻ ചെയ്തതേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓട്ടോമേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ഓപ്പറേഷണൽ എഫിഷ്യൻസി. അപ്പൊ പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവരാം, ഓട്ടോമേഷൻ, എല്ലാം ഓട്ടോമാറ്റിക് ആകുക. അത് എല്ലായിടത്തും അല്ല, സാധ്യമായുള്ള എല്ലായിടത്തും മാനുവൽ മാറ്റിയിട്ട്, മാനുവൽ പ്രോസസ്സ് മാറ്റിയിട്ട് അവിടെ ഓട്ടോമാറ്റിക് ആകുക, ഓട്ടോമേഷൻ ആക്കുക. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. നമ്മുടെ പ്രവർത്തനത്തെ നമ്മൾ സ്ലോ ആക്കുന്ന ആ മാനുവൽ പ്രോസസ്സ് അത് നമുക്ക് എന്താ അത് മാറ്റി അവിടെ ഓട്ടോമേഷൻ ആക്കുക. എന്തുകൊണ്ടാണ്? മാനുവൽ പ്രോസസ്സ് കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. മാനുവൽ പ്രോസസ് ആർ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിംഗ്. സോ ഓട്ടോമേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഒരു പ്രവർത്തനക്ഷമതയ്ക്ക് നമ്മൾ ഓട്ടോമേഷൻ ആക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇറ്റ് ഈസ് വെൽ വർത്ത് യുവർ ടൈം ആൻഡ് മണി ടു റിസർച്ച് invest in tools that reduce or even completely eliminate the manual process that are slowing your operation down. അതായത് നമ്മുടെ പ്രവർത്തന സംഘത്തെ, ഓപ്പറേഷൻ ടീമിനെ സ്ലോവിലാക്കുന്ന, മന്ദഗതിയിലാക്കുന്ന മാനുവൽ പ്രോസസ്സ് നമുക്ക് കുറയ്ക്കാനോ, റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാനോ ഇല്ലാതാക്കുന്നതിനോ ആയിട്ടുള്ള ടൂളുകൾ അത് നമ്മൾ കണ്ടെത്തണ്ടേ. അത് ടൂളുകൾ കണ്ടെത്താനായിട്ടും അതുപോലെ തന്നെ അത് നിക്ഷേപിക്കാനുള്ള നമുക്ക് ആ ഒരു സമയം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിലപ്പെട്ടതാണ്. നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലെ. എന്തോരോ ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ മാനുവൽ പ്രോസസ്സ് മാറ്റി നമുക്ക് ഓട്ടോമാറ്റിക് ആയത് അല്ലെ. അപ്പൊ അതിനുള്ള ഒരു ടൈമും സമയവും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെ. നമ്മുടെ ആ ഓപ്പറേഷൻസിനെ, നമ്മുടെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്ന ആ മാനുവൽ പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കാനോ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയുള്ള ആ റിസർച്ച്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തം, റിസർച്ചുകളില്
നടത്തുന്നതിനും അത് നിക്ഷേപിക്കുന്നതിനും അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ആ ടൂളുകൾ അതിന് വേണ്ടിയ ടൂളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പൈസയും അതുപോലെ തന്നെ ടൈമും എങ്ങനെയാണ് അതിന് വേണ്ടി എടുക്കുന്ന ടൈമും വിലപ്പെട്ടതാണ്. Automate scheduling, dispatching, and other recurring tasks where possible, as doing so will allow you to make better use of your resource and increase operational efficiency. For automate scheduling, scheduling നമുക്ക് ഓട്ടോമാറ്റിക് ആക്കുക. ഡിസ്പാച്ചിങ്, ഓരോ റിസൾട്ടും കാര്യങ്ങളൊക്കെ അയക്കുന്നത്, ഡിസ്പാച്ചിങ് അയക്കുക. And other recurring tasks when possible as doing so will allow you to make better use of your resource and increase operational efficiency. സാധ്യമാകുമ്പോൾ നമ്മുടെ ഷെഡ്യൂളിങ്, ഡിസ്പാച്ചിങ്, മറ്റ് ആവർത്തിച്ചുള്ള റിക്കറിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള ജോലികൾ അല്ലെ, ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക് ആക്കാം നമുക്ക്, എന്നിവയൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റിസോഴ്സുകൾ മാക്സിമം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. റിസോഴ്സ് നന്നായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ പ്രവർത്തനക്ഷമത എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ ഒരാളെ കൂട്ടി വന്നു കഴിയുമ്പോൾ 10 പേർക്കായിരിക്കും അന്ന് ബില്ല് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,000 പേർക്ക് അന്നത്തെ ദിവസം കൊണ്ട് ബില്ല് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കാരണമാകും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ automatic scheduling, dispatching, and other recurring tasks when possible as doing so will allow you to എന്തിനെ സഹായിക്കും, ഓട്ടോമാറ്റിക് ആക്കുന്നത് എന്തിനെ സഹായിക്കുന്നു, to make better use of your resource, നമ്മുടെ റിസോഴ്സുകൾ മാക്സിമം ഉപയോഗിക്കാനും നമ്മുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി പ്രവർത്തനക്ഷമത ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. ഒരു സെന്റൻസ് കൂടി കേട്ടോ കഴിഞ്ഞു. You will find that when you automate, your team will be able to focus on another big picture task that help your organization goals. അപ്പൊ നമ്മുടെ ടീമിന് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീമിന്, നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വളർച്ചയിൽ സഹായിക്കുന്ന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ടീമിന് എന്ത് ടീമാ, ഓർഗനൈസേഷന്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, അവർ ആ ജോലികളില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ. അവര് വളരെ ശ്രദ്ധിച്ച് അവർക്കുടേതായ എന്നുവെച്ചാൽ മൊത്തം എഫേർട്ട് അവരിൽ വന്നില്ലല്ലോ, ഓട്ടോമാറ്റിക് ആക്കുകയാണ്. നമ്മളൊന്ന് ഗൈഡ് ചെയ്താൽ മതിയാവും. അപ്പൊ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ. നമ്മളോട് ഒരു വലിയ വർക്ക് ലോഡ് നമ്മുടെ തലയിലിരിക്കുകയാണ്, ഇത് മുഴുവനും ഇന്ന് വൈകുന്നേരം അങ്ങ് ടാലി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു പേരയും ബുക്ക് തന്നു കഴിഞ്ഞാൽ നേരെ പഴക്കം തുടങ്ങിയിരിക്കുമ്പോ നമുക്ക് എന്താ, നമ്മുടെ വർക്ക് ഭയങ്കര കൂടുതലാണ് അല്ലെ, വർക്ക് കൂടുതലാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആകുമ്പോഴും നമുക്ക് റിസോഴ്സ് പരമാവധി ഉപയോഗിക്കാനും നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. ഇനി അവിടെ നമുക്ക് ആ ഒരു ടീമിന് നമ്മളിങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ ആ ഓർഗനൈസേഷന്റെ വളർച്ചയെ സഹായിക്കുന്ന ടീമിന് അവർക്കുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അപ്പൊ ചെറിയതായിട്ട് നമ്മൾ ചെയ്താൽ മതി, എഫേർട്ട് നമ്മൾ കുറച്ചെടുത്താൽ മതി, ബാക്കി മിഷൻസ് ചെയ്തോളും ഓട്ടോമാറ്റിക് ആകുമ്പോൾ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇതില് നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആവും. നമ്മളവിടെ എഫേർട്ട് നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ നമ്മുടെ റിലാക്സ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ജോലികളില് കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് ഇച്ചിരി ഒരു ടഫാണിത്. മനസ്സിലാക്കുന്ന കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടേ, അതിനകത്ത് ഉള്ളിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു എന്താ പറയാ എസ് പോലെ ഇങ്ങനെ കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഒക്കെ നോട്ട് ചെയ്തിടുന്നതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് ഒന്ന് പഠിക്കാം കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്ത് തരാം കേട്ടോ.
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ എക്സൈലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ക്ലാസ് തീരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതിയാവും. അങ്ങനെ ചെയ്താൽ നോക്കാം. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.